friends, welcome back to my channel. ഇന്ന് ഞാൻ റഫാലോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിതോടെ ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റഫാലോ കേക്കിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയുടെ പുറത്തെ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ ഒരു ബ്രൗൺ കളറ് നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഈ വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിലോ തേങ്ങയിലോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം പാനിലിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ നല്ലോണം കുറച്ചിട്ട് വേണം ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൈറ്റ് കളറിൽ നമുക്ക് തേങ്ങ കിട്ടില്ല. കളറ് മാറാൻ പാടില്ല. എന്നിട്ട് ഇതിലുള്ള എണ്ണയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഒരു അംശം പോയി കിട്ടുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് വരണം. ഇതിൽ കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, അതുകൂടി പോയി കിട്ടിയാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ഒറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇത് 4 കൂടി എടുത്തിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബദാം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു, അപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് ബദാം ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ടോട്ടൽ ഒരു 10 ബദാമൊക്കെ എടുത്താൽ മതിയാകും. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരാത്തത് കൊണ്ട് ഈ ഒരു ഭാഗം കുറച്ച് ബാക്കിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബദാമും മൈദയൊക്കെ നന്നായി കുടിച്ച് തരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് 3 മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. എഗ് വൈറ്റ് എടുക്കുന്ന സമയത്ത് എഗ് യോക്കിൻ്റെ ഒട്ടും അംശം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ നന്നായിട്ട് പതഞ്ഞു വരില്ല മുട്ട. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്ന സമയത്തും കുറച്ചായിട്ട് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബാറ്ററി താണു പോകും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. പഞ്ചസാര മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് മുട്ടയുടെ മഞ്ഞ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. അപ്പം മുട്ട കൂടി ചേർത്ത് കൊടുത്താൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. കൂടുതലായിട്ട് ബീറ്റ് ചെയ്താൽ കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്പാച്ചില വെച്ചിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ അതിലും നല്ലത് നമ്മളിപ്പോൾ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ടിന്നിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ക്ലോസ് ചെയ്തിട്ട് ഒരു 40-50 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണിഞ്ഞു വരട്ടെ. തണിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് ക്രീം ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് ഞാൻ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല ഈസിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. 3/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അപ്പം നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറും ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമുള്ള താഴെയുള്ള പീസാണ് ഞാൻ ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെയറും കൂടി നന്നായി വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ലാസ്റ്റ് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ല നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ മുഴുവനായിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കാണുമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി മുഴുവനായിട്ടും നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഫോണ്ടനിൽ റെഡ് കളറ് മിക്സ് ചെയ്തിട്ട് ആൽഫബറ്റ് മോൾഡിൽ പേര് എഴുതിയെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു റെഡ് കളറിൽ തന്നെ റിബണും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റഫെല്ലോ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.